ഗൈസ്, ഇന്നത്തെ ISL മത്സരം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കണ്ടൊരു മത്സരമായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും FC ഗോവയും തമ്മിൽ നടന്ന മത്സരം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, രണ്ട് ടീമിൻ്റെയും ഇപ്പം വിദേശ താരങ്ങളുടെ ഒരു ബാലൻസിങ് അത് ഏറെക്കുറെ ഒരേപോലെയാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ സ്കോഡ് അവരുടെ ഒരു വലിയ പോസിറ്റീവ് ആണ് എന്നുള്ളത്. സോ ഡിഫെൻസീവ്ലി ഒരു നല്ല ടീമാണ്. രണ്ട് ടീമിൻ്റെയും എനിക്ക് ഒരു എൻഡ് ടു എൻഡ് ഗെയിം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു മത്സരം കാണാൻ തന്നെ ഇരുന്നത്. സോ അതേപോലത്തേക്ക് ഒരു മത്സരം തന്നെയാണ് കിട്ടുകയും ചെയ്തത്. ഒരു 1-1 ഡ്രോയാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ട് ടീമുകളും ഓരോ പോയിന്റ് വീതം ഷെയർ ചെയ്തുകൊണ്ട് മത്സരം അവസാനിക്കുന്നു. സോ ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത് ഗോവയ്ക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 15 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് മോഹൻ ബഗാനും FC ഗോവയും തമ്മിലുള്ളൊരു പോയിന്റ് ഡിഫറൻസ് 8 കൂടി എന്നുള്ളതാണ്. 15 മത്സരങ്ങളിൽ നിന്ന് 35 പോയിൻ്റാണ് മോഹൻ ബഗാൻ ഉള്ളതെങ്കിൽ FC ഗോവയ്ക്കുള്ളത് 27 പോയിൻ്റാണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് തീർത്തും ഒരു കൺവിൻസിങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ സോഫാർ അവർ ആ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഈ ഒരു മത്സരത്തെ ഞാൻ പറഞ്ഞില്ല, രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും അറ്റാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യ പകുതിയിൽ കുറച്ചും കൂടി നല്ല ചാൻസസ് കിട്ടിയത് FC ഗോവയ്ക്കായിരുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും. അതിൽ നല്ലൊരു അവസരം ആദ്യം കിട്ടുന്നത് ഒരു ലോങ് റേഞ്ച് ചാൻസ് കാൾ മക്യൂന് കിട്ടിയിരുന്നു. അത് നല്ലൊരു സേവ് ആയിരുന്നു, നല്ലതായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. അതുപോലെ അർമാൻഡോ സാദിഖിൻ്റെ ഒരു ഹെഡർ വന്നു, അത് നല്ല പ്ലേസിൽ ഗുർമീത് ഉണ്ടായിരുന്നു, അത് സേവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ബ്രൈസൻ്റെ ഒരു ക്രോസ് ബാറിൽ ഇടിച്ചു പോയിട്ടുള്ള അവസരം. സോ ഇതായിരുന്നു ആദ്യ പകുതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അലാദീൻ്റെ ഒരു ചാൻസ് മാത്രമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതൊരു പോസ്റ്റ് ഉരുമി പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ 0-0 എന്ന നിലയിൽ നിൽക്കുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് 65-ാമത്തെ മിനിറ്റിൽ യാസിറിൻ്റെ ഒരു ഗോള്, അത് ജയ്ഗുപ്ത ആണ് നല്ലൊരു ക്രോസ് കൊടുക്കുന്നു, അത് യാസിർ ഹെഡ് ചെയ്തു. പിന്നെ അവരുടെ ഡിഫൻഡറുടെ കാലിൽ തട്ടി ബ്രൈസൺ അസിസ്റ്റ് ചെയ്തത്. അതായത് ബ്രൈസൺ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതേ ഉള്ളൂ, ജസ്റ്റ് എ ടച്ച്. അങ്ങനെയാണ് യാസിർ ഗോൾ അടിച്ചൊരു ഡിഫ്ലക്റ്റഡ് ആയിട്ട് 1-0 എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ ഒരു മത്സരം എത്തുന്നത്. അതിനുശേഷം മത്സരം മുന്നോട്ട് പോയി നല്ല മാജിക്കൽ മൂമെൻ്റ് അതിന് മുമ്പ് ഇപ്പം ജിതിനും അലാദീൻ അജ്റായും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം അലാദീൻ തന്നെ ഒരു കിഡ് പാസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ പാസിനാണ് ഏറ്റവും വലിയൊരു മാർക്ക് കൊടുക്കേണ്ടത്. ജിതിൻ MS വളരെ കൂൾ ആൻഡ് കാമായിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ 1-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഗോവ അത്രയും ഒരു സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഉള്ളൊരു ടീം തന്നെയാണ്. സോ അവരുടെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം FC ഗോവയുടെ ഡിഫൻസിൽ ഒടയുണ്ടിൻ്റെ ISL വൺ ഓഫ് ദി ടോപ്പ് ഡിഫൻഡർ തന്നെയാണ്. സന്ദേശ് സിംഗ് ഇന്ത്യയിലെ ടോപ്പ് ഡിഫൻഡറാണ്. ആ ഒരു അല്ലെങ്കിൽ ഇപ്പം കുറച്ചും കൂടിയൊക്കെ ഒരു ഗോളുകൾ അടിക്കാനുള്ള സാഹചര്യങ്ങൾ നോർത്ത് ഈസ്റ്റിനൊക്കെ വന്നേനെ. കാരണം അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് തന്നെയാണ് ഗോവയുടെ ഒരു പ്രത്യേകത. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു കാര്യം നോക്കൂ, ഇപ്പോൾ അഷീർ അക്തർ അങ്ങനെ വലിയ പേരുമായിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കൊന്നുമല്ല, സെബാക്കോ ആയിട്ട് കളിക്കുന്നത്. അതാണ് ഒരു നല്ല വിദേശ സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ ആ ടീമിൻ്റെ ഒരു ഡിഫൻസീവ് ഷേപ്പ് തന്നെ എത്രത്തോളം മികച്ചതാകുന്നു എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്രകടനം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് അലാദീൻ അജ്റായി എഗെയിൻ ഒരു മാച്ചിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കൂടി നൽകുന്നു എന്നുള്ളതാണ്. പുള്ളി ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് ISL നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താണെങ്കിലും പോയിന്റ് ഷെയർ ചെയ്തതോടുകൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പോയിന്റ് ടേബിൾ 5-ാം സ്ഥാനത്തേക്കൊരു സ്ഥാനം വരികയും ചെയ്യുന്നു. ഗോവയ്ക്കെതിരെയുള്ള 1 പോയിന്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല റിസൾട്ടാണ്. ഗോവയ്ക്കായിരിക്കും കുറച്ച് ഡിസപ്പോയിൻറ്റഡ്. കാരണം പറഞ്ഞ പോലെ ഷീൽഡ് റേസിൽ ഇപ്പം മോഹൻ ബഗാൻ ബഹുദൂരം മുന്നിൽ പോയി. മോഹൻ ബഗാൻ ഫാൻസും മോഹൻ ബഗാനും ഒക്കെ ഒരുവിധം ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പോണൻറ്റ് കൂടിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. സോ അവർ ഒരു നല്ല ഫുട്ബോളാണ് കളിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഗുവാഹത്തിയിലാണ് ഈ മാച്ച് കളിച്ചത്. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് അവർ കുറച്ച് റെസ്റ്റ്ലെസ് ആകാൻ സാധ്യതയുണ്ട് പ്ലേയേഴ്സ് ലൈക്ക് ഒഡീഷ FCയുടെ പ്ലേയേഴ്സിനെയൊക്കെ പോലെ. സോ അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണെങ്കിലും ഒഡീഷയേക്കാൾ ഒരുപാട് മുകളിൽ തന്നെ നിൽക്കാം. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുക. സനിയ.